നമസ്തേ, ഭദ്രവിളക്കമ്മ ശരണം. ഇന്ന് നമ്മളോട് ഭക്തർ ചോദിച്ചിരിക്കുന്നത് പുനർജന്മം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പുനർജന്മമുണ്ട്. പുനർജന്മം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഭൂമിയിൽ വീണ്ടും അവതാരം കൊണ്ടിരിക്കുന്നത്. ഇതൊരു ഗ്രഹമാണ് ഭൂമി എന്ന് പറയുന്നത്. ഇവിടെ ഒരു നിശ്ചിത സമയത്തേക്കിനെ ഒരു മനുഷ്യനെ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ചെയ്യുന്നതായ കർമ്മങ്ങളുടെ ഫലസിദ്ധി അനുസരിച്ചിട്ട് ആ കർമ്മ അനുഷ്ഠാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വീണ്ടും ചെയ്തു തീർക്കാനുള്ള കർമ്മങ്ങൾ ബാക്കി നിൽക്കുന്നതിന് മുമ്പ് ദേഹവിയോഗം സംഭവിക്കുന്നുവെങ്കിൽ നമുക്ക് വീണ്ടും പുനർജന്മം നമുക്ക് ലഭിക്കേണ്ടതാണ്. എന്നാൽ ആ പുനർജന്മം എങ്ങനെയാണ് ലഭിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ ഈ ഗ്രഹത്തിൽ വന്ന് ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നല്ലതായ കർമാനുഷ്ഠാനങ്ങളിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ആ പുനർജന്മം നല്ല രീതിയിൽ തന്നെ സിദ്ധമാകുകയും, അല്ലാത്തവർക്ക് മറ്റ് പല വസ്തുക്കളായിട്ട്, മൃഗങ്ങളായിട്ട്, പക്ഷികളായിട്ട്, കല്ലുകളായിട്ട്, മരങ്ങളായിട്ട് ഒക്കെ വീണ്ടും പുനർജനിക്കപ്പെടുന്നുവെന്നാണ് വേദ ഗ്രന്ഥ ഇതിഹാസ ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ പ്രതിപാദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സൽപ്രവർത്തികൾ ചെയ്ത് വീണ്ടും പുനർജന്മം ലഭിക്കുകയാണെങ്കിൽ തന്നെ വീണ്ടും കിട്ടാവുന്ന മനുഷ്യജന്മം തന്നെ കിട്ടുവാൻ വേണ്ടി അണ്ഡകടാകത്തിൻ്റെ ചാലകസൂക്തമാകുന്ന ആദിപരാശക്തി ഭദ്രവിളക്കമ്മ ലോകമാതാവിനോട് പ്രാർത്ഥിച്ച് നിങ്ങളുടെ കർമ്മബന്ധനങ്ങളെല്ലാം ഒഴിവാക്കി സൽക്കർമാനുഷ്ഠാനങ്ങളിലൂടെ മുന്നോട്ട് പോവുക. ഭദ്രവിളക്കമ്മേ ശരണം.